വേറൊരാൾക്കുണ്ടായ ഒരു മാടൻ്റെ അനുഭവകഥയാണ് ഇത് പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ പലപ്പോഴുമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പലർക്കും ഉണ്ടായിട്ടുള്ള അനുഭവകഥകളായിരിക്കും നമ്മൾ ഈ സീരീസിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഒരാൾക്കുണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്ന് പറയാൻ പോകുന്നത്. എരുമേലിയിലാണ് എൻ്റെ വീട്. ഞാനന്ന് +2 കഴിഞ്ഞ് നിൽക്കുന്ന സമയം. എൻ്റെ സമപ്രായക്കാരായ സുഹൃത്തുക്കളെല്ലാം ഓരോ ജോലിക്കും പഠനത്തിനും മറ്റുമായി പോയി. ഒറ്റയ്ക്കായപ്പോൾ ഞാൻ ശരിക്കും ബോറടിച്ചു. അപ്പോഴാണ് +2 എൻ്റെ ക്ലാസ്സിൽ പഠിച്ച അരുൺ എന്നെ വിളിക്കുന്നത്. എരുമേലിയിലെ പാത്തിക്കക്കാവ് എന്ന സ്ഥലത്തായിരുന്നു അവൻ്റെ വീട്. പേര് പോലെ തന്നെ അവിടെ ഒരു കാവുണ്ടായിരുന്നു. പണ്ട് എരുമേലി മുഴുവൻ ഒരു വലിയ കാടായിരുന്നു. പണ്ട് നിലനിന്നിരുന്ന കാടിൻ്റെ അവശേഷിക്കുന്ന ബാക്കി പത്രമാണ് ആ കാവ്. അവധിക്കാലമായതിനാൽ നാട്ടിൽ മൊത്തം ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളുടെ ബഹളമാണ്. അരുൺ എന്നെ വിളിക്കുന്നത് അവരുടെ ടീമിൽ കളിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. അങ്ങനെ ഞാൻ അവരുടെ ടീമിൽ ചേർന്ന് കളിച്ചു. ടൂർണമെൻറ്റ് ഞങ്ങൾ അന്തസ്സായി പൊട്ടി. പക്ഷേ കളി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ മെമ്പേഴ്സും ആയി നല്ല കമ്പനിയായി. എന്നും വൈകിട്ട് പാത്തിക്കക്കാവിൽ വോളിബോൾ കളിയുണ്ട്. ഞാനും വൈകുന്നേരമാവുമ്പോൾ അവിടെ കളിക്കാൻ പോകും. അങ്ങനെ 1.5 മാസത്തോളം കടന്നുപോയി. അവധിക്കാലമാണ്. പാത്തിക്കക്കാവിന് ആ പേര് വരാൻ കാരണം അവിടെയുള്ള ഒരു കാവാണ്. എന്നും വിളക്ക് വെക്കുന്ന കാവിൽ എല്ലാ വെള്ളിയാഴ്ചയും ആ നാട്ടുകാർ വന്ന് പൂജയും പ്രാർത്ഥനയും ഒക്കെ നടത്താറുണ്ട്. അതെ, ജനങ്ങൾ തന്നെ പൂജയും കർമ്മങ്ങളും നടത്തുന്ന ഒരു കാവ്. കാവിൻ്റെ മറ്റൊരു പ്രത്യേകത കൊടും വേനലിൽ പോലും വറ്റാത്ത ഉറവയാണ്. ജാതി മതഭേദമന്യേ അവിടെ നിന്നാണ് ആ നാട്ടുകാർ വെള്ളം ശേഖരിക്കുന്നത്. കാവിനെക്കുറിച്ച് ഞാൻ കേട്ട കഥകൾ പലതും പേടിപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായിരുന്നു. കാവിനോട് ചേർന്ന് ചെറിയ 2 കുളിക്കടവുകളുണ്ട്. രാത്രി 6 മണി കഴിഞ്ഞാൽ അവിടെ ആരും അലക്കാനോ കുളിക്കാനോ പോകില്ല. ചില നേരങ്ങളിൽ രാത്രിയായാൽ കടവിൽ നിന്ന് ആരോ അലക്കുന്ന ശബ്ദം കേൾക്കാം. രാത്രിയോ? ചിലപ്പോൾ വെള്ളം കോരിയൊഴിക്കുന്ന ശബ്ദം. ഇതൊക്കെ കെട്ടുകഥകളാണെന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും അത്രയ്ക്ക് കാര്യമാക്കിയില്ല. പിന്നെ അവിടെ ഞാൻ കേട്ട മറ്റൊരു കഥ വരുത്തുപോക്കിനെ കുറിച്ചാണ്. അതായത് തേരില്ലേ? അതെ. വർഷത്തിലെ ചില വെള്ളിയാഴ്ചകളിൽ താഴെ എരുമേലിക്കവലയോട് അടുത്തുള്ള മറ്റൊരു ചെറിയ കാവിൽ നിന്നും പാത്തിക്കക്കാവിലെ കാവിലേക്ക് തേര് സഞ്ചരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. എന്നെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം അവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പോലും ഇതൊക്കെ വിശ്വസിക്കുന്നു എന്നതാണ്. ചിലർ അനുഭവ സാക്ഷ്യം പറയുന്നുമുണ്ട്. രാത്രിയും മുള്ളാൻ വീടിന് വെളിയിലിറങ്ങിയപ്പോൾ ഒരു തീകോളം പോകുന്നത് കണ്ടെന്നൊക്കെയാണ് കഥകൾ. ഉൽക്ക എന്ന് പറഞ്ഞ് പരിഹസിക്കുവാനായിരുന്നു എനിക്ക് താല്പര്യം. ഒരിക്കൽ വോളിബോൾ കളി കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ നാട്ടിലെ ചില മുതിർന്ന ചേട്ടന്മാർ വന്നിട്ട് പറഞ്ഞു, എല്ലാവരും വേഗം അതിലൊരു ചേട്ടൻ്റെ വീട്ടിലേക്ക് വരാൻ. ഞങ്ങൾ കളിയൊക്കെ നിർത്തി അങ്ങോട്ട് ചെന്നു. അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നു. അന്വേഷിച്ചപ്പോൾ പുതിയതായി ഒരു കാവ് സംരക്ഷണ സമിതി രൂപം കൊടുക്കുന്നതാണെന്ന് അറിയാൻ കഴിഞ്ഞു. കാവിനോട് ചേർന്ന് കുറച്ച് മുകളിലായി ഒരു പുതിയ കോളേജ് വരാൻ പോകുന്നു എന്നതാണ് കാവ് സംരക്ഷണ സമിതി തുടങ്ങാൻ കാരണം. കോളേജിൻ്റെ ടോയ്ലറ്റ് കാവിന് തൊട്ട് മുകളിലായി പണിയാനാണ് മാനേജ്മെൻറ്റിൻ്റെ പദ്ധതി എന്ന വാർത്ത ഞാനും കേട്ടിരുന്നു. കുറച്ച് നാളുകൾ കൊണ്ട് ഞാനും ആ നാട്ടുകാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1.5 മാസം കൊണ്ട് വളരെ കാര്യമായ ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ? അതുകൊണ്ട് തന്നെ സമിതിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം എനിക്ക് നൽകിയപ്പോൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച വലിയ ദൈവവിശ്വാസം ഇല്ലാത്ത ആളായിരുന്നിട്ട് കൂടി ഞാൻ ആ സ്ഥാനം ഏറ്റെടുത്തു. വിശ്വാസത്തേക്കാൾ ഉപരി ഇത് ആ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം കൂടിയാണ്. കാവ് സംരക്ഷണ സമിതിയുടെ മീറ്റിംഗ് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. പണിയൊക്കെ കഴിഞ്ഞ് തളർന്നു വരുന്ന ചേട്ടന്മാർക്ക് ഒത്തൊരുമിച്ച് ഇരുന്ന് വെടി പറയാനുള്ള സ്ഥലമായിരുന്നു മീറ്റിംഗ് നടക്കുന്ന വീടുകൾ. അവരുടെ കൂടെ ഞങ്ങൾ പിള്ളേരും തമാശയൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം കാവിലെ പൂജവെപ്പും മറ്റും കഴിഞ്ഞ്
മിച്ചം വന്ന പായസം ഞങ്ങൾ പിള്ളേരോട് എടുത്തോളാൻ പറഞ്ഞു. ഓ, കടും പായസമായിരിക്കും. അത് നല്ല രസമല്ലേ? എനിക്കിഷ്ടം. മീറ്റിംഗ് തീർന്ന ഉടനെ ഞങ്ങൾ ആ പായസത്തിൻ്റെ ഉരുളിയും പൊക്കിയെടുത്ത് അടുത്തുള്ള കുളത്തിൻ്റെ മതിലിൽ പോയിരുന്ന് തീറ്റ തുടങ്ങി. ഉരുളി കാലിയായപ്പോൾ എല്ലാവരുടെയും വയർ നിറഞ്ഞു. പിന്നെ 2-3 മണിക്കൂറോളം കുളത്തിൻ്റെ കരയിൽ മലർന്നു കിടന്നു. ഇപ്പോൾ സമയം രാത്രി 1 മണി ആയിട്ടുണ്ടാകും. എല്ലാവരും വീട്ടിൽ പോകാം എന്ന് പറഞ്ഞു. ഞാനൊഴികെ ബാക്കി എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോയി. അരുൺ എന്നെ അവൻ്റെ വീട്ടിലോട്ട് വിളിച്ചു. പക്ഷേ എന്തോ എൻ്റെ മനസ്സ് അത് അനുവദിച്ചില്ല. എനിക്കെൻ്റെ വീട്ടിലോട്ട് നടക്കാനായിരുന്നു തോന്നിയത്. അവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് 25 മിനിറ്റോളം നടക്കാനുള്ള ദൂരമുണ്ട്. ഞാൻ നടക്കാൻ തുടങ്ങി. പാതി ദൂരം പിന്നിട്ടു. ഞാനിപ്പോൾ 2 വലിയ റബ്ബർ തോട്ടങ്ങളുടെ ഇടയിലെത്തി. ഇനി അടുത്തെങ്ങും വേറെ വീടുകളില്ല. കയ്യിലെ ഫോണിൽ ആണെങ്കിൽ ഒരു നുള്ളു ചാർജുമില്ല. ആകെ പെട്ടുപോയ അവസ്ഥ. ഇരുട്ടിൽ ഞാനങ്ങനെ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. ആ ഒരവസ്ഥയിലാണ് മനസ്സിലേക്ക് വേണ്ടാത്ത ചിന്തകൾ കയറി വരുന്നത്. ഭൂതവും പ്രേതവും ഒന്നുമില്ല എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അങ്ങ് ദൂരെയായി നല്ല പ്രകാശം കണ്ടു. വളരെ വേഗതയിൽ അത് കയറ്റം കയറി എൻ്റെ അടുത്തേക്ക് വരുന്നു. ആദ്യം ഏതെങ്കിലും വണ്ടി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇത് നല്ല ചുമന്ന ഒരു ഗോളം. ഇതന്നെ സീനായിരിക്കും അല്ലേ? ഞാൻ കേട്ട കാര്യങ്ങൾ ഓർത്തു. ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഒരുപക്ഷെ അത് തേരാണെങ്കിലോ? ഓടിയിട്ട് കാര്യമില്ല, അത് എൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു. പല കഥകളും കേട്ടിട്ടുണ്ട്. തേര് പോകുന്ന വഴിയിൽ തടസ്സമായി നിൽക്കുന്ന സകലതിനെയും അത് തലക്കടിച്ച് വീഴ്ത്തുമെന്ന്. എന്നാൽ സത്യത്തിൽ തേര് നമ്മളെ ഒന്നും ചെയ്യില്ല. തേര് എന്നത് ഒരു ആരാധനാമൂർത്തിയാണ്. കാവുകളിലും മറ്റും കുടികൊള്ളുന്ന ചൈതന്യത്തെയാണ് അത് തേര് എന്ന് വിളിക്കുന്നത്. സത്യത്തിൽ തേര് അല്ല അപകടകാരി. തേരിന് അകമ്പടി വരുന്ന മാടനാണ് അപകടകാരി. മാടനെ നമുക്ക് കാണാൻ കഴിയില്ല, തേരിനെ മാത്രമേ കാണാൻ കഴിയൂ. തേരിന് പുറകെയാണ് സാധാരണ മാടൻ വരിക. തേര് വരുമ്പോൾ ആ പ്രദേശം മുഴുവൻ പ്രകാശം നിറഞ്ഞിരിക്കും. എന്നാൽ തേരിന് തൊട്ടു പുറകെ കുറ്റാക്കൂരിരുട്ട് കൂടിക്കയറി വരും. ആ ഇരുട്ടിലാണ് മാടൻ പതിയിരിക്കുന്നത്. തേരിൻ്റെ വഴിയിൽ തടസ്സമായി ആര് നിന്നാലും അവരെ മാടൻ തലയ്ക്കടിച്ച് വീഴ്ത്തും. ഇതെല്ലാം ഞാൻ കേട്ട കഥകളാണ്. മാടനടിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒന്നുകിൽ എത്രയും വേഗം തേര് വരുന്ന വഴിയിൽ നിന്നും ഒഴിഞ്ഞു മാറി ദൂരെ എവിടെയെങ്കിലും പോയി നിൽക്കുക. ഇനി എനിക്ക് അതിനുള്ള സമയമില്ല. അല്ലെങ്കിൽ പെട്ടെന്ന് കമിഴ്ന്ന് കിടക്കുക. ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ കമിഴ്ന്ന് കിടന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അവിടം മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞു. എൻ്റെ ചങ്കിടിപ്പ് കൂടി. അബദ്ധമായോ? വളരെ വേഗം തന്നെ തേര് എന്നെ കടന്നുപോയി. ഞാൻ പതിയെ തല ചെറുതായി ഉയർത്തി നോക്കി. തേര് എന്നെ കടന്നു പോയിരിക്കുന്നു. ഞാൻ തെല്ല് ആശ്വസിച്ചു. എഴുന്നേൽക്കാം എന്ന് വിചാരിച്ചപ്പോഴാണ് എൻ്റെ തൊട്ടുപുറകിൽ ആരോ നിൽക്കുന്ന ഒരു തോന്നൽ എനിക്ക് വന്നത്. ഞാൻ ആകെ പേടിച്ചു. തോന്നലായിരിക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. ഒന്നുകൂടി ശ്രദ്ധിച്ചു കിടന്നു. അതെ, ശരിക്കും എൻ്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നു. ഞാൻ ആകെ പേടിച്ചു. തോന്നലായിരിക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചു. ഒന്നുകൂടി ശ്രദ്ധിച്ചു കിടന്നു. അതെ, ശരിക്കും എൻ്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് അയാൾ. എനിക്കത് നന്നായി ഫീൽ ചെയ്യുന്നുമുണ്ട്. മാടനാണെങ്കിൽ ഞാൻ എഴുന്നേറ്റാൽ അപ്പോൾ തന്നെ അടി വീഴും. ഞാൻ പേടിച്ച് ചത്തില്ല എന്നേ ഉള്ളൂ. പാതി ജീവൻ പോയി. ആ കിടപ്പ് ഞാനൊരു 15 മിനിറ്റോളം കിടന്നു. ഒടുവിൽ പുറകിൽ ആരുമില്ല എന്ന് ബോധ്യമായതിനു ശേഷമാണ് ഞാൻ എഴുന്നേറ്റത്. പിന്നീട് വീട്ടിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു. ഇരുട്ടത്ത് 1-2 തവണ കാല് തട്ടി വീണു. ഒടുവിൽ മുട്ടുകാലിലെ തൊലിയും കളഞ്ഞ് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഞാൻ വീർത്ത് കുളിച്ചിരുന്നു.
പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ പാത്തികക്കാവിലേക്ക് പോയി. അപ്പോഴാണ് ആ വാർത്ത ഞാൻ അറിയുന്നത്. കാവിനോട് ചേർന്ന് ഉള്ള ഒരു വീട്ടിലെ പശുവിനെ ആരോ അടിച്ചു കൊന്നിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേപോലെ കഥ തന്നെ. പശുവിനിട്ടാണല്ലോ ഫുള്ളടി കിട്ടുന്നത്. തലയ്ക്കടിയേറ്റ പശുവിൻ്റെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ഒഴുകിയിറങ്ങിയ രക്തം കട്ട പിടിച്ചിരിക്കുന്നു. ഞാൻ ആകെ ഷോക്കായിപ്പോയി. ഞാൻ ഈ കാര്യം ആരോടും പറയാൻ പോയില്ല. ഇപ്പോഴും രാത്രിയായാൽ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്ര കഴിവതും ഒഴിവാക്കും. ഇത് ഓരോരുത്തരുടെ അനുഭവമാണ് അല്ലേ? നമുക്കറിയാവുന്ന വഴിയിലൂടെ നമ്മൾ രാത്രിയിലോ നട്ടുച്ചയ്ക്കോ ഒക്കെ നടക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ വേറെ വഴിയിലേക്ക് നടന്നു പോകും. നമ്മൾ കറങ്ങിക്കൊണ്ടേയിരിക്കും, നമ്മളെ ചുറ്റിക്കും. ആ ഒരു കഥ കൂടി പറയാനുണ്ട്.